ഇന്ന് പുറത്തു വന്ന 3 IPL ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ഋഷഭ് പന്തുമായി ബന്ധപ്പെട്ടതാണ്. ഋഷഭ് പന്ത് ഡൽഹി ടീമിൽ നിന്ന് മാറുകയാണ്. റിക്കി പോണ്ടിങ്ങിനെ ഡൽഹി കോച്ചിങ്ങിൽ നിന്ന് ഒഴിവാക്കി. അതുപോലെ ഋഷഭ് പന്തിനെയും ഒഴിവാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്ത വർഷം മെഗാ ഓപ്ഷനാണ്. ഋഷഭിനെ ഡൽഹി റിലീസ് ചെയ്യുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ഋഷഭ് പന്ത് CSK ടീമിലേക്ക് വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ധോണിക്ക് പകരക്കാരനായി ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെയാണ് CSK തേടുന്നത്, അതും ഇന്ത്യക്കാരനെ. ഋഷഭ് പന്ത് ചെന്നൈയിൽ എത്തുമെന്നത് ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. ധോണിക്ക് പകരം ഇനി CSKയിൽ ഋഷഭ് പന്ത് ആയിരിക്കും കളിക്കാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് രാഹുലുമായി ബന്ധപ്പെട്ടതാണ്. ലക്നൗ സൂപ്പർ ജയൻസിൽ നിന്ന് രാഹുൽ പടിയിറങ്ങുകയാണ്. അവരുടെ ഓണർ രാഹുലുമായിട്ട് അടികൂടുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. ലക്നൗ മാനേജ്മെന്റ് രാഹുലുമായിട്ട് നല്ല ബന്ധത്തിലല്ല. രാഹുൽ ലക്നൗവുമായിട്ടുള്ള കരാറ് പിൻവലിച്ചു എന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. രാഹുൽ ഇപ്രാവശ്യം പോകുന്നത് RCB ടീമിലേക്കാണ്. RCB പുതിയൊരു ഇന്ത്യൻ താരത്തെ തേടുകയാണ്. ക്യാപ്റ്റനാക്കാൻ വേണ്ടിയാണ് RCB ഇന്ത്യൻ താരത്തെ തേടുന്നത്. RCB മാനേജ്മെന്റ് ഇന്ത്യൻ താരത്തെ ക്യാപ്റ്റനാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ലേലത്തിൽ RCB രാഹുലിനെ വിളിച്ചെടുക്കുമെന്നത് ഉറപ്പായിരിക്കുകയാണ്. അടുത്ത വർഷം IPLൽ RCBയുടെ ക്യാപ്റ്റൻ രാഹുലായിരിക്കും. രാഹുൽ ഇതിനു മുന്നേയും RCB ടീമിൽ കളിച്ചിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് രോഹിത് ശർമ്മയുമായി ബന്ധപ്പെട്ടതാണ്. രോഹിത് ശർമ്മ മുംബൈ വിടുമെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് സത്യമായിരിക്കുകയാണ്. ഇത്തവണത്തെ മെഗാ ഓപ്ഷനിൽ രോഹിത് ശർമ്മ മുംബൈയിൽ നിന്ന് മാറുകയാണെന്നത് ഉറപ്പായിരിക്കുകയാണ്. മുംബൈ ടീമിൽ കളിക്കാൻ ഇനി രോഹിത് ശർമ്മയ്ക്ക് താല്പര്യമില്ലെന്നാണ് അറിയിച്ചിരിക്കുന്നത്. IPL ലേലത്തിൽ രോഹിത് ശർമ്മയും ഉണ്ടായിരിക്കും. ഡൽഹി, രാജസ്ഥാൻ അടങ്ങുന്ന ടീമുകൾ രോഹിത് ശർമ്മയെ ലേലത്തിൽ വിളിക്കാൻ മുന്നോട്ട് വരുന്നുണ്ട്. ഒരുപക്ഷെ ഇനി രാജസ്ഥാൻ ടീം രോഹിത് ശർമ്മയെ വിളിച്ചെടുത്താൽ രോഹിത് ശർമ്മയായിരിക്കും രാജസ്ഥാന്റെ അടുത്ത ക്യാപ്റ്റൻ. സഞ്ജുവും രോഹിത്തും ഒരു ടീമിലെത്തിയാൽ ആ ടീമിനെ പിന്നെ പിടിച്ചു കെട്ടാൻ എളുപ്പമല്ല. അപ്പോൾ ഇത്തരം IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.